പണ്ട് എഴുതുന്ന പല പ്രാവശ്യമാണ്. ഓറാൻ ബീസ് ലോകത്ത് രാമായണത്തിന് തുല്യമായ ഒരു വലിയ നോവലാണ്. എത്ര പ്രാവശ്യം മാറ്റി എഴുതുന്നറിയാമോ? 10 പ്രാവശ്യം മാറ്റി എഴുതിയിട്ടുണ്ട്. ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഒരു പ്രഭുകുല ജാതൻ അത് എഴുതി വന്നു. ഇപ്രകാരം പിന്നെയും എഴുതി അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫ ആൻഡ്രീവിന ഉറക്ക വളച്ചെഴുതിയത് മുഴുവൻ പകർത്തി എഴുതി തിരുത്തി ഇവിടെ വന്നിട്ട് ക്ലേശം അതിന് സംശയിക്കുന്നു. ഓറാൻ ബീസ് അല്ല, ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എത്ര തവണ എഴുതി. ഡോസ്റ്റോവ്സ്കി ദൈവം തലയിൽ കൈ വെച്ചുള്ള നീ പോയി നോവൽ എഴുതുപാട് ഞങ്ങൾക്ക് എല്ലാ കഴിവും ഞാൻ നൽകിയിരിക്കുന്നു. 6 പ്രാവശ്യമാണ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് മാറ്റി എഴുതുന്നത് ആദ്യ ഭാഗത്ത്. പിന്നീട് അത് വഴിക്ക് പോയുള്ളത്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എഴുതുക പരമാവധി പെർഫെക്റ്റ് ആകുന്ന തരത്തിൽ എഴുതാൻ ശ്രമിക്കുക. ഒറ്റ പുസ്തകം മതി. അതിലൂടെ ലോകത്തിന് നമ്മുടെ സംഭാവന ചെയ്താൽ കഴിയും. കാരണം സാഹിത്യം ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. അതിനെപ്പറ്റി ഷില്ലറിൻ്റെ ഒരു കവിതയുണ്ട്. ലോകം സൃഷ്ടിച്ചു, എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, ജീവിക്കുന്ന എല്ലാവർക്കുമായിട്ട് എല്ലാം വീതിച്ചു കൊടുത്തു. ഇതെല്ലാം തിന്ന് വിശ്രമിക്കാമെന്ന് കരുതുമ്പോൾ അരികിൽ വേറൊരു പകയിൽ നിൽക്കുന്നു. മെലിഞ്ഞ് നക്ഷത്രങ്ങൾ പോലെ തെളിഞ്ഞ കണ്ണുകളുമായി, സ്വപ്നം കാണുന്ന കണ്ണുകളുമായി ഒരു നയിക്കുന്നു. ഇവന് താനാരെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, താൻ എന്തുകൊണ്ട് ചോദിച്ചില്ല? എല്ലാവർക്കും താൻ ഈ സന്ദർഭത്തിൽ അങ്ങയുടെ മുഖത്തെ ദൃഷ്ടി നോക്കി നിന്നപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം മറന്നുപോയി. ഞാൻ കവിയാണ്. അപ്പോഴാണ് ദൈവം ഒരു താക്കോലെടുത്ത് എൻ്റെ കൈ കൊടുക്കുകയാണ്. ഇത് അനശ്വരതയുടെ താക്കോലാണ്. ലോകത്തെ മറ്റെല്ലാം നശിച്ചാലും നീ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നിത്യഭാസുരമായ നക്ഷത്രത്തെ പോലെ ചരിത്രത്തിൽ നിലകൊള്ളും. അതാണ് അവൻ്റെ ജന്മം. ഇത് എഴുതുന്ന കവിയറിയണം. ഇത് സാഹിത്യകാരനല്ല. കവിത മാത്രമല്ല, നോവലും നാടകവും എല്ലാം തന്നെയാണ്. അപ്പം ആ തരത്തിൽ സാഹിത്യത്തെ വളരെ ഗൗരവമായി കാണുന്നതിന് ഈ പ്രദർശനം നടന്നു കാണണം. അച്ചടിച്ച പുസ്തകം മറിച്ചു നോക്കണം, താല്പര്യപൂർവ്വം വായിക്കണം. അതോടൊപ്പം തന്നെ ഈ പുസ്തക വായനയിലും പുസ്തകങ്ങളിലൂടെ അനേകം ലോകങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു സാഹസിക ബുദ്ധിയിലും താല്പര്യം കാണിച്ചാൽ ഇന്നത്തെ ഞാൻ പറയേണ്ടത് ശുഷ്കമായ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ലോകത്തെ രക്ഷിക്കാൻ കഴിയും. അത് സംഭവിക്കാവുന്നതാണ്. അതിന് പുസ്തകോത്സവം എന്ന് പറയുമ്പോൾ സാഹിത്യം മാത്രമല്ല, ശാസ്ത്ര ഗ്രന്ഥങ്ങളും ആവശ്യമാണ്. ഞാൻ 1947 ആദ്യമായി കോളേജിൽ ചേർന്നപ്പോൾ എനിക്ക് വായിക്കാൻ കിട്ടിയ പുസ്തകം JBS കാലിനും HP വെൽസും ചേർന്നെഴുതിയ വാട്ട് ഈസ് ലൈഫ് എന്ന ബൃഹത്തായ ഗ്രന്ഥമാണ്. ബൃഹത്താണ് ഗ്രന്ഥമെങ്കിലും ശാസ്ത്രമാണ് പ്രതിപാദനം. ജീവൻ എന്താണ് എന്ന് പ്രതിപാദിക്കുകയാണ്. എന്താണ് ജീവൻ, അതെങ്ങനെ അവർ ഭവിക്കുന്നു. പക്ഷേ അത് എൻ്റെ ബോധത്തിന് നൽകിയ വെളിച്ചം ചിതറൊന്നുമല്ല. അത് പലതിനും വായിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. ശാസ്ത്രജ്ഞാനം ആവശ്യമാണ്. ആധുനിക ലോകത്തെ നിർമ്മിച്ചതും ശാസ്ത്രമാണ്. ഗലീലിയോയുടെ കാലത്തുണ്ട്. ആ കാലത്തെപ്പറ്റി ബോധോദയത്തിൻ്റെ കാലം എന്നാണ് പറയുന്നത്. ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. 18-ാം നൂറ്റാണ്ട് വരുമ്പോൾ വോൾട്ടയർ വരുന്നു. അവിടെ ബോധോദയം മാത്രമല്ല, യുക്തിബോധം, ഏജ് ഓഫ് റീസൺ. ഒരു കാലഘട്ടത്തെ നൂറ്റാണ്ടിനെ മുഴുവൻ കീഴടക്കിയാലാണ് വോൾട്ടയർ. റൂസോയ്ക്കാർ പിന്നിലേ വരുന്നത്. 20-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ ആ യുദ്ധത്തിൽ മാറ്റം വന്നത് നമ്മുടെ യുദ്ധമാണ്. ലോകമഹായുദ്ധം ആരുമില്ലായിരുന്നു. ഈ ശാസ്ത്രം എന്ന് പറയുന്നവൻ ഉണ്ടാക്കുമെങ്കിലും അത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ നേട്ടമാണെങ്കിലും ഇത് നല്ലതിന് മാത്രമല്ല. ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിതമായി കശാപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം എന്ന് തെരഞ്ഞെടുത്താണ് ഇങ്ങനെ ഒരു കിരാതന അവസൃഷ്ടിക്കും. സാഹിത്യത്തിന് പോഷകമായി ഭവിക്കുന്ന ഒന്നാണ് ശാസ്ത്രജ്ഞാനം. എഴുത്തിലും ഒക്കെ അതിന് വരും. അവിടെ ഇപ്പം അയ്യപ്പ പണിക്കരുടെ കാലം എന്ന് കേടുവന്ന ടയറ് പോലെ, കാലം കേടുവന്ന ടയറ്, കേടുവന്നതിന് അധികത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കവിതയിൽ പോലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. പല കവികളും ഇതിനെപ്പറ്റി വിലപിക്കുന്നുണ്ട്. ഇപ്പോൾ TS Eliotൻ്റെ വെർ ഈസ് ദ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ്
ഒരു കാലം വിവേകികളുണ്ടായി, ഋഷിമാരുണ്ടായി, പ്രവാചകന്മാരുണ്ടായി. അത് മാറി നമ്മൾ അറിവിൻ്റെ ലോകത്തേക്ക് താണു പോയിരിക്കുന്നു. Where is the knowledge we have lost in information? നമ്മൾ ഇപ്പോൾ ഇൻഫർമേഷനാണ് കയ്യിരിക്കുന്നത്. IAS പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ, മറ്റ് ക്വിസ് എന്നൊക്കെ പറയുന്ന സാധനത്തിൽ ജയിക്കണമെങ്കിൽ ഇൻഫർമേഷൻ മതി നിങ്ങളുടെ കയ്യിൽ. ആരാണ് ആഫ്രിക്കയിൽ ഇത്ര സംസ്ഥാനങ്ങളുണ്ട്, എവിടെ സാധിക്കുക, ടെപ്പ് എന്ന് ഉത്തരം പറയും. അത് വിട്ട് നമുക്ക് വിവേകത്തിലേക്ക് പോകണം എന്നുള്ളത് മനുഷ്യൻ ലക്ഷ്യമാക്കേണ്ട ഒരു മഹനീയമായ ലക്ഷ്യമാണ് ഞാൻ കരുതുന്നു.